വൈകുന്നേരത്തെ വെളിച്ചം മങ്ങിയ സമയം. റോഡിന്റെ ഒരു കോണിൽ മഞ്ഞ വെളിച്ചം. അവിടെ രാഹുലിന്റെ തട്ടുകട പതിയെ തുറക്കുകയാണ്. തവച്ചൂടിൽ ദോശമാവ് പടർന്നപ്പോൾ അതിന്റെ മണം എല്ലാവിടെയും പടർന്നു. റോഡിലൂടെ നടക്കുന്നവർ വരെ ആ കടയിലേക്ക് എത്തി. തെരുവിന്റെ ശബ്ദം, ബൈക്കുകളുടെ ശബ്ദം, കടവാതിൽ തുറന്ന കാറ്റിന്റെ താളം എല്ലാം ചേർന്ന രാഹുലിന്റെ തട്ടുകടയ്ക്ക് എന്തെന്നില്ലാത്ത പ്രത്യേക ഭംഗി വന്നു. എന്നാൽ രാഹുൽ ഒരിക്കൽ പോലും വലിയൊരു പണിയായി അതിനെ കണ്ടിട്ടില്ല. രാത്രി 6 മണിയായാൽ കട പൂർണ്ണമായി തിരക്കിൽ മുങ്ങി. ചെറിയ കട, ചെറിയ ലൈറ്റ്. അങ്ങനെ ആ ദിവസം വൈകുന്നേരം 6 മണി സമയം. രാഹുലിന്റെ കട പതിവ് പോലെ തന്നെ തിരക്കോടെ നിറയുന്ന സമയം. സ്റ്റൗവിൽ ദോശ വേവുന്ന മണവും കസ്റ്റമറുടെ വാക്കുകളും റോഡിലൂടെ നീങ്ങുന്ന വാഹനങ്ങളുടെ ശബ്ദവും. അപ്പോൾ അതുവഴി ഒരിക്കലും ആ വഴിയിലൂടെ കാണാത്ത വില കൂടിയ വലിയൊരു കാർ മന്ദഗതിയിൽ കടയുടെ മുൻപിലേക്ക് വന്നു നിൽക്കുന്നു. കാറിൻ്റെ ഹെഡ്ലൈറ്റുകൾ ഒരു നിമിഷം കടയുടെ ചെറിയ ബൾബിൻ്റെ വെളിച്ചം മുഴുവൻ വിഴുങ്ങി. ആ വഴിയിലൂടെ നടക്കുന്ന എല്ലാവരും ഒരേ സമയം തലതിരിച്ചു നോക്കി. ഇവിടെ ഇത്തരമൊരു കാറോ, ഏത് വലിയ ആളായിരിക്കും ഇത് എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരുന്നു. ഡോർ തുറന്നു. കാറിൽ നിന്ന് ഒരു യുവതി ഇറങ്ങി. യുവതിയെ കണ്ടപ്പോൾ എല്ലാവരും അവളെ തന്നെ നോക്കി. എല്ലാവരുടെയും ശബ്ദം ഒരു നിമിഷം നിശബ്ദമായി. ആർക്കും മറക്കാനാവാത്ത തരത്തിലുള്ള ഒരു പണക്കാരിയുടെ ഭാവമായിരുന്നു അവളിലുണ്ടായിരുന്നത്. വിലപ്പിടിപ്പുള്ള വസ്ത്രങ്ങളും ഹൈ ഹീൽ ചെരുപ്പും, കയ്യിൽ റോസ് ഗോൾഡ് വാച്ചും. അവൾ ആ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടപ്പോൾ എല്ലാവരും അവളെ തന്നെ നോക്കി. വലിയ കാറിൽ നിന്ന് ഇറങ്ങിയ ആ പണക്കാരിയായ യുവതി അവളാണ് അനുപമ. ആ യുവതിയുടെ കണ്ണിൽ ആത്മവിശ്വാസത്തിന് പകരം എന്തോ ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു. ചെളി നിറഞ്ഞ വഴിയിലൂടെ നടക്കുവാൻ അവളൊന്നും മടിച്ചു. പിന്നീട് കണ്ണടച്ച് ദീർഘശ്വാസം എടുത്തുകൊണ്ട് തന്നെ അവൾ ആ ചെളി നിറഞ്ഞ വഴിയിലൂടെ നടന്ന് രാഹുലിൻ്റെ കടയുടെ മുൻപിലേക്ക് എത്തി. ജനങ്ങൾ അവളെ നോക്കി നിൽക്കുമ്പോഴും അവൾ ഒരു പരിഭ്രവുമില്ലാതെ നേരെ രാഹുലിൻ്റെ കടയിലേക്ക് തന്നെ നടന്നു ചെന്നു. രാഹുൽ അവളെ കണ്ടപ്പോൾ ആദ്യമൊന്നും പ്രതികരിച്ചില്ല. പക്ഷേ യുവതി എടുത്തു വന്ന് നിന്നപ്പോൾ രാഹുൽ ഒരു നിമിഷം സ്റ്റൗവിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി യുവതിയുടെ നേരെ നോക്കി. യുവതി നേരെ രാഹുലിൻ്റെ മുൻപിൽ നിന്ന് അവളുടെ കണ്ണിൽ എന്തോ പറയുവാനുള്ള പോലെ തെളിഞ്ഞ ഒരു തീക്ഷണതയുണ്ടായിരുന്നു. അനു ശാന്തമായി പറഞ്ഞു, രാഹുൽ, എനിക്ക് താങ്കളോടൽപ്പം സംസാരിക്കുവാനുണ്ട്. നമുക്ക് കുറച്ച് മാറി നിന്നൊന്ന് സംസാരിക്കാം. എന്നാൽ യുവതിയെ രാഹുൽ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. രാഹുൽ ആദ്യമൊന്നും സമ്മതിച്ചില്ല. പിന്നീട് അവൻ കട എടുത്തുള്ള മോഹനചേട്ടനെ ഏൽപ്പിച്ചുകൊണ്ട് അനുവിൻ്റെ ഒപ്പം നടന്നു. അങ്ങനെ അനുവും രാഹുലും അങ്ങ് മാറി ഒരു കായലിൻ്റെ തീരത്ത് വന്ന് നിൽക്കുന്നു. അനു രാഹുലിനെ നോക്കി. അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. യുവതി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തന്നെ ഒരു നിമിഷം അവൾ വാക്കുകൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നത് പോലെ തോന്നി. ശേഷം അവൾ പതുക്കെ പറഞ്ഞു, രാഹുൽ, ഞാൻ പേര് കേട്ട ഇന്ദിവരം വീട്ടിലെ അരുന്ധതിയുടെ ഏകമകൾ അനുപമയാണ്. രാഹുൽ കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി. അവളുടെ ശബ്ദം പിന്നെയും മെല്ലെ, എനിക്കൊരു സഹായം വേണം. കുറച്ച് ദിവസത്തേക്ക് രാഹുൽ എൻ്റെ വാടക ഭർത്താവായി അഭിനയിക്കണം. യുവതിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ രാഹുൽ ഒരു നിമിഷം ഞെട്ടി. അവൻ ഒരു പടി പിന്നോട്ടെടുത്തു. ശേഷം അവൻ ചോദിച്ചു, എന്താണ് അതിൻ്റെ അർത്ഥം? എനിക്ക് മനസ്സിലായില്ല. അവൾ പിന്നെയും പതുക്കെ പറഞ്ഞു, എൻ്റെ അമ്മ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരു പണക്കാരനായ യുവാവുമായി എൻ്റെ വിവാഹം നടത്തുവാൻ പോകുകയാണ്. എനിക്ക് ആ വിവാഹത്തിനോട് തീരെ താല്പര്യമില്ല. ഈ വിവാഹം നടക്കാതിരിക്കണമെങ്കിൽ അമ്മയ്ക്ക് എനിക്ക് ഇതിനോടകം ഒരു ഭർത്താവുണ്ടെന്ന് വിശ്വസിപ്പിക്കണം. അതിന് നീ കുറച്ച് ദിവസത്തേക്ക് എന്നോടൊപ്പം വരണം. എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ആളായി നീ ഉണ്ടാകണം. എൻ്റെ കൂട്ടുകാരി മുഖേനയാണ് ഞാൻ നിന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതും. നീ എന്നെ സഹായിക്കുമെന്ന് അവൾ എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ തേടി ഇവിടെ എത്തിയത്. നീ എന്നെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. എന്നാൽ അനുവിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ രാഹുൽ ഒരു നിമിഷം ഒന്നും പറയാതെ നിന്നു. യുവതി പിന്നെയും പറഞ്ഞു, എൻ്റെ ജീവിതം നീ രക്ഷിക്കണം. കായലിൻ്റെ ശാന്തതയിൽ യുവതിയുടെ കണ്ണുകളിലെ പ്രതീക്ഷയും ഭയവും ചേർന്നു. ആ നിമിഷം രാഹുൽ കുറച്ച് നിമിഷം മിണ്ടാതെ നിന്നുകൊണ്ട് ഒടുവിൽ രാഹുൽ പറഞ്ഞു, ശരി, ഞാൻ സമ്മതിക്കാം. ആ വാക്കുകൾ കേട്ട നിമിഷം അനുവിൻ്റെ കണ്ണുകളിൽ ഒരു വലിയ ആശ്വാസം വീണു. അവൾ പേഴ്സിൽ നിന്ന് ഒരു ചെക്ക് എടുത്തു. രാഹുൽ, ഇത് അഡ്വാൻസ് 2 ലക്ഷത്തിൻ്റെ ചെക്ക്. നിനക്ക് ഒരു നഷ്ടവും വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അനു ആ വലിയ കാറിൽ കയറിപ്പോയി. രാഹുൽ തിരികെ കടയിലേക്കും പോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ അനു രാഹുലിനെയും കൂട്ടി ആ വലിയ കാറിൽ ഇന്ദിവരത്തിലേക്ക് യാത്രയായി. അങ്ങനെ കാർ ഇന്ദിവരത്തിലെത്തി. വലിയ കൊട്ടാരം പോലെയുള്ള വീട്, വലിയ തൂണുകളും പുഷ്പങ്ങളായിട്ടുള്ള ഗാർഡനുകളും ഉയരമുള്ള വെള്ളം മാർബിൾ പടികളും. രാഹുൽ അനുവിൻ്റെ ഒപ്പം വലിയ കൊട്ടാരം പോലെയുള്ള വീട്ടിലേക്ക് നടന്നു ചെന്നു. അനു രാഹുലിൻ്റെ കൈ പിടിച്ച് നേരെ
അരുന്ധതിയുടെ അടുത്തേക്ക് ചെന്നു. എന്നാൽ രാഹുലിൻ്റെ വസ്ത്രം പഴക്കം തോന്നുന്ന വെള്ളമുണ്ടും ഷർട്ടുമായിരുന്നു. ആ വലിയ വീടിനോട് ഒരിക്കൽ പോലും ചേരാത്ത വേഷമായിരുന്നു രാഹുലിൻ്റേത്. അനു നേരെ അരുന്ധതി അമ്മയുടെ അരികിലേക്ക് ചെന്നു. ശേഷം അവൾ അമ്മയോട് പതുക്കെ പറഞ്ഞു, അമ്മ, എന്നോട് ക്ഷമിക്കണം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഇത് ഞാൻ സ്നേഹിക്കുന്ന യുവാവാണ്. അനുവിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അരുന്ധതി ഒരു നിമിഷം പകച്ചുപോയി. പിന്നെയും ഉറക്കെ തന്നെ പൊട്ടിത്തെറിച്ചു. എന്താണ് നീ ഈ പറയുന്നത്? അരുന്ധതി രാഹുലിനെ അടിമുടി നോക്കിയിട്ട് ഉറക്കെ പറഞ്ഞു, നിനക്ക് നാണമില്ലേ ദാരിദ്രനായ ഈ യുവാവിനെ നിന്റെ ഭർത്താവാണെന്ന് പറയുവാൻ? അരുന്ധതിയുടെ ശബ്ദം മുറിയുടെ ചുമരുകൾ പോലും പിടിച്ചുകുലുക്കുന്നത് പോലെയായിരുന്നു. രാഹുൽ ഇതെല്ലാം കേട്ട് ഒന്നും പറയാതെ നിന്നു. അനു അമ്മയുടെ കണ്ണിൽ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, അമ്മേ, ഞാൻ തിരഞ്ഞെടുത്തത് പണമല്ല, എൻ്റെ ജീവിതം മനസ്സിലാക്കുന്ന ഒരേയാളെയാണ്. അരുന്ധതി ഞെട്ടിൽ നിന്ന് മടങ്ങി കോപത്തിൻ്റെ നിർമുഖത്ത് പടർന്നു. അരുന്ധതി ഉറക്കെ തന്നെ, ഇത് ഞാൻ ഒരിക്കലും അംഗീകരിക്കുകയില്ല. പണത്തിനു വേണ്ടി മാത്രമാണ് ഇവൻ ഈ വീട്ടിലേക്ക് വന്നത്. ഈ വലിയ വീട്ടിൽ ഇവൻ കഴിയാമെന്നാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇവൾ നിന്നെ കല്യാണം കഴിച്ചത്. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ അനു പിന്നെയും പടർന്നു, അമ്മ, ഒരിക്കലും ഇവൻ പണത്തിനു വേണ്ടിയല്ല എന്നെ വിവാഹം കഴിച്ചത്. ഇവന് വലിയ വീടോ മാളികയോ ഒന്നും വേണ്ട. അമ്മ എന്ന് എൻ്റെ വിവാഹത്തിന് പൂർണ്ണമായി സമ്മതം മൂളുന്നു. അന്ന് മാത്രമായിരിക്കും ഞാൻ ഇവൻ്റെ ഒപ്പം താമസിക്കുകയുള്ളൂ. അതുവരെ ഇവൻ നമ്മുടെ ഈ ചെറിയ ഔട്ട്ഹൗസിൽ താമസിച്ചോളും. എന്നാൽ അരുന്ധതി ഇതെല്ലാം കേട്ടപ്പോൾ ദേഷ്യം കൊണ്ട് വിറച്ചു. അനു ഇതെല്ലാം പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കടന്നുപോയി. അരുന്ധതി നേരെ അവന് ആ പുറത്തുള്ള ചെറിയ ഔട്ട്ഹൗസ് കാട്ടിക്കൊടുത്തു. നീ ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞു. അരുൺ ഒരു മടിയുമില്ലാതെ ആ ചെറിയ ഔട്ട്ഹൗസിൽ താമസിച്ചു. എന്നാൽ ആ ഔട്ട്ഹൗസ് തീരെ ചെറുതും ഒരു ഫാൻ പോലും ഇല്ലാതെ പൊടികൾ പിടിച്ച് നടക്കെടുക്കുന്നതുമായിരുന്നു. അരുൺ അത് കഷ്ടപ്പെട്ട് വൃത്തിയാക്കി. എന്നാൽ പിറ്റേ ദിവസം രാവിലെ മുതൽ അരുന്ധതി അവനെ കഷ്ടപ്പെടുത്തുവാൻ തുടങ്ങി. അവനെ കൊണ്ട് വീട്ടിലെ കാർ കഴുകിപ്പിച്ചു. ആ വലിയ പൂന്തോട്ടത്തിലെ ചെടികളെല്ലാം നനപ്പിച്ചു. ഓരോ പണിയും അവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു. സെക്യൂരിറ്റി പണി വരെ ചെയ്യിപ്പിച്ചു. രാഹുൽ ഒരു മടിയുമില്ലാതെ ആ ജോലിയെല്ലാം ചെയ്തു. അരുന്ധതി ഓരോ നിമിഷവും അവനെ ഓരോ കുത്തുവാക്കുകളും പറഞ്ഞ് പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഉച്ചയായാൽ എല്ലാവരും ഭക്ഷണം ഒരുമിച്ച് കഴിച്ചു. എന്നാൽ രാഹുലിന് പുറത്ത് എല്ലാവരുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റിൽ ചോറും കറിയും മാത്രം വെച്ച് കൊടുക്കുകയുള്ളൂ. രാഹുൽ ഇതൊന്നും പറയാതെ എല്ലാം ക്ഷമിച്ച് അവിടെ തന്നെ നിന്നു. എന്നാൽ അരുന്ധതി ആവട്ടെ ദിവസം ചെല്ലുന്തോറും കഠിനമായ ഓരോ ജോലികളായി രാഹുലിനെ ഏൽപ്പിച്ചുകൊണ്ടേയിരുന്നു. അനു ഇതെല്ലാം കണ്ടിട്ട് ഒന്നും പ്രതികരിക്കാതെ നിന്നു. അവളുടെ മനസ്സിൽ, അമ്മ എനിക്കിനി വേറെ വിവാഹമൊന്നും ആലോചിക്കുകയില്ലല്ലോ. അവന് ഞാൻ അഡ്വാൻസായി കുറച്ച് പണം കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ജോലിയെല്ലാം അവനിവിടെ ചെയ്യട്ടെ എന്നായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞു. അനുവിനും അരുന്ധതിക്കും കൂടി ഒരു വലിയ ഫംഗ്ഷൻ വന്നു. വലിയ വില കൂടിയ ഡ്രസ്സിൽ അരുന്ധതി അന്ന് രാവിലെ തന്നെ ഒരുങ്ങുകയാണ്. കാതിൽ വലിയ ജ്വല്ലറി. അനുപമയും നല്ല അടിപൊളിയായിട്ടുള്ള വില കൂടിയ റെഡ് സാരിയിൽ. അവർക്ക് രണ്ടുപേർക്കും പോകേണ്ടത് ഒരു വലിയ ആർഭാടമായ വിവാഹത്തിൻ്റെ ചടങ്ങിനായിരുന്നു. അരുന്ധതിയുടെ ബന്ധുക്കളുടെ വീട്ടിൽ ബിസിനസ്സുകാർ, മന്ത്രിമാർ, അങ്ങനെ എല്ലാവരും വരുന്ന വലിയ വേദി. എന്നാൽ വീട്ടിൽ പ്രകാശമൊന്നുമില്ലാത്തത് ഒരാൾക്ക് മാത്രം, രാഹുലിന്. അവൻ ശാന്തമായി ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊണ്ടേയിരുന്നു. അന്ന് അനുപമയും അരുന്ധതിയും കൂടി ആ വലിയ വിവാഹത്തിന് യാത്രയായിപ്പോയി. അനുപമയ്ക്കും അരുന്ധതിക്കും പിന്നാലെ തന്നെ രാഹുലും ആ വലിയ വിവാഹത്തിൻ്റെ സ്റ്റേജിലെത്തി. വേദിയുടെ പുറത്ത് വലിയ ലൈറ്റുകൾ, പുഷ്പ അലങ്കാരങ്ങൾ, വലിയ കാറ്. അരുന്ധതി യുവതിയും വേദിയുടെ ഒരു വശത്ത് വലിയ ആളുകളുമായി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അവർക്ക് മനസ്സിലൊരാശ്വാസം, ഇവിടെ രാഹുലില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ സമാധാനത്തിലിരിക്കാമെന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു അരുന്ധതി. എന്നാൽ അരുന്ധതി പോലും അറിയില്ലായിരുന്നു രാഹുൽ തങ്ങളുടെ പിന്നാലെ തന്നെ ഈ വേദിയിലേക്ക് നടന്നു വരികയാണെന്ന്. വേദിയിലെ ഗാർഡൻ അവനെ നിർത്തുവാൻ ശ്രമിച്ചുവെങ്കിലും അവൻ നേരെ ആ വിവാഹവേദിയിലേക്ക് കടന്നുപോയി. അങ്ങനെ വിവാഹവേദിയിൽ അവനെ കണ്ടപ്പോൾ, അവൻ്റെ സാധാരണ ഡ്രസ്സ് കണ്ടപ്പോൾ എല്ലാവരും അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവനെ നോക്കി എല്ലാവരും പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു VIP ആയിട്ടുള്ള ഒരാൾ വന്നുകൊണ്ട്, നോക്കൂ, ഇതാണ് അരുന്ധതിയുടെ മരുമകൻ, കണ്ടില്ലേ ഇവൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവനെ നോക്കി പൊട്ടിച്ചിരിച്ചു. രാഹുൽ ഒന്നും പറയാതെ തല താഴ്ത്തി. അരുന്ധതിയും അനുപമയും ദേഷ്യം കൊണ്ട് വിറച്ചു. അനുപമ നേരെ രാഹുലിൻ്റെ അടുത്തേക്ക് പോയി. നിന്നോടാരാ ഇവിടേക്ക് വരാൻ പറഞ്ഞത്? നിന്നോട് ഞങ്ങൾ പറഞ്ഞു ഈ കല്യാണത്തിന് വന്ന് ഞങ്ങളെ നാണം കെടുത്തുവാൻ. രാഹുൽ ഇതെല്ലാം കേട്ടപ്പോൾ ഒന്നും പറയാതെ തന്നെ അവിടെ നിന്നു.
അരുന്ധതിയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. എല്ലാവരും അവരെ നോക്കി കളിയാക്കി ചിരിച്ചു. രാഹുൽ വേദി വിട്ട് പുറത്തേക്ക് പോകുന്ന നിമിഷം ആ VIP ഗസ്റ്റുകളിൽ ഒരാൾ അവനെ നോക്കി. അതൊരു പരിഹാസമല്ല, അമ്പരപ്പും ആദരവും ചേർന്ന ഒരു ചിരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത്. അവൻ നേരെ രാഹുലിൻ്റെ അരികിൽ ചെന്നു. ശേഷം രാഹുലിനോടും എല്ലാവരോടും കൂടി പറഞ്ഞു, ഇദ്ദേഹത്തെ നിങ്ങൾക്ക് ആരാണെന്ന് ഇപ്പോഴും മനസ്സിലായില്ലേ? ആൾക്കൂട്ടം ഒരു നിമിഷം ശ്വാസം അടക്കി നിന്നു. ആ VIP നേരെ അരുന്ധതിയുടെ അരികിലേക്ക് പോയി പറഞ്ഞു, ഇവൻ വെറുമൊരു തട്ടുകടക്കാരനല്ല, ഇവൻ കേരളത്തെ തന്നെ കോടീശ്വരന്മാരിൽ ഒരാളാണ്, 100 കണക്കിന് ബിസിനസ്സുകളുടെ ഉടമ. ആ VIP വാക്കുകൾ ഒരു നിമിഷം വേദി പൂർണ്ണമായി നിശബ്ദം. മന്ത്രിമാരുടെ കയ്യിൽ നിന്ന് ഗ്ലാസുകൾ കുലുങ്ങി. ബിസിനസ്സുകാരുടെ മുഖം വെളുത്തു. നേരത്തെ ചിരിച്ചവർ തന്നെ ഇപ്പോൾ വിഷമത്തോടെ രാഹുലിനെ നോക്കി. ഇവനോ കോടീശ്വരൻ, 100 കണക്കിന് ബിസിനസ്സിൻ്റെ ഉടമ? ഇവൻ സാധാരണ ഒരു ഡ്രസ്സിലാണല്ലോ വന്നിരിക്കുന്നത്, ഇവൻ എങ്ങനെ അങ്ങനെയാകുന്നു എന്ന് എല്ലാവരും പരസ്പരം സംസാരിച്ചു. ആ VIP പറഞ്ഞതിന് ശേഷം രാഹുൽ പതുക്കെ പറഞ്ഞു, അതെ, ഇദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണ്. ഞാൻ കേരളം അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരൻ തന്നെയാണ്. എൻ്റെ ഇഷ്ടപ്പെട്ടൊരു ജോലിയാണ് തട്ടുകടയിൽ. അപ്പോഴാണ് അനുപമ എന്നെ കാണാൻ വന്നത്. അനുപമയോട് കണ്ടപ്പോൾ തന്നെ എനിക്കെന്തോ പ്രത്യേക ഒരു ഇഷ്ടം അനുപമയോട് തോന്നി. അതുകൊണ്ടാണ് അവൾ പറഞ്ഞ പ്രകാരം തന്നെ ഞാൻ അവളുടെ ഒപ്പം പോയത്. പക്ഷേ അവൾക്കറിയില്ലായിരുന്നു ഞാൻ ഒരു ബിസിനസ്സുകാരനാണ് എന്നുള്ളത്. രാഹുലിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അനുപമ ഒരു നിമിഷം ഞെട്ടി. അരുന്ധതിയുടെ മനസ്സിൽ കുറ്റബോധം. അവൾ മനസ്സിൽ പറഞ്ഞു, ഇത്ര വലിയ കോടീശ്വരനെയാണല്ലോ ഞാൻ ചെടി നനപ്പിച്ചത്, കാർ കഴുകിച്ചത്, വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യിപ്പിച്ചത്. അവൾ അരുന്ധതി ഇതെല്ലാം മനസ്സിലാലോചിച്ചു. കുറ്റബോധം കൊണ്ട് രാഹുലിനെ ഒന്ന് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അനുപമയാകട്ടെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ നിന്ന് കണ്ണുകൾ നിറഞ്ഞു രാഹുലിനെ തന്നെ നോക്കുന്നു. എന്നാൽ നേരത്തെ ചിരിച്ചവൾ ഇപ്പോൾ തല താഴ്ത്തി നിൽക്കുന്നു. നേരത്തെ കളിയാക്കിയവർ ഇപ്പോൾ കൈകൂപ്പി നിൽക്കുന്നു. നേരത്തെ പാവമെന്ന് പറഞ്ഞവൾ ഇപ്പോൾ സാറെന്ന് വിളിക്കുന്നു. വേദി മുഴുവൻ നിശബ്ദമായപ്പോൾ രാഹുൽ പതുക്കെ പറഞ്ഞു, എനിക്ക് പണത്തിൻ്റെ പേരിൽ ആദരവ് വേണ്ട. മനുഷ്യനായി അല്പം ബഹുമാനം മാത്രം കാണിച്ചാൽ മതി മനുഷ്യന്മാരോട്. അനുപമ രാഹുലിൻ്റെ നേരെ പോയി. രാഹുൽ, ഇത്ര വലിയ കോടീശ്വരനായിട്ടും നീ അതൊന്നും എന്നോട് പറഞ്ഞില്ല. ഒരു ചെറിയ പാവപ്പെട്ട യുവാവായി നീ അവിടെ എല്ലാ ജോലികളും ചെയ്തു. പക്ഷേ ഞാനും എൻ്റെ അമ്മയും നിന്നെ അപമാനിക്കാൻ പറ്റുന്നതിന് അത്രയും അപമാനിച്ചു. ഞങ്ങളോട് നീ ക്ഷമിക്കണം. രാഹുൽ ഒന്നും പറയാതെ തന്നെ ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി. ഒപ്പം അരുന്ധതിയും അനുപമയും. പിറ്റേ ദിവസം രാവിലെ തന്നെ രാഹുൽ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് പോകാൻ നിൽക്കുകയാണ് അരുന്ധതിയുടെ ആ വലിയ ഇന്ത്യവരം വീട്ടിൽ നിന്ന്. അനുപമ ഓടി വന്ന്, രാഹുൽ, നീ എവിടേക്കാണ് പോകുന്നത്? രാഹുൽ അവളോട് പറഞ്ഞു, ഇനി എൻ്റെ കോൺട്രാക്റ്റൊക്കെ കഴിഞ്ഞില്ലേ, ഇനി എനിക്ക് അഭിനയിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അനുപമ അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ വിഷമത്തിൽ തന്നെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് തന്നെ, രാഹുൽ, ഞാൻ നിന്നോട് വളരെ മോശമായി പെരുമാറി. നീ അപമാനിക്കപ്പെട്ടപ്പോൾ പോലും ഞാൻ നിന്നെ പിന്തുണച്ചില്ല. ദയവായി എനിക്ക് മാപ്പ് തരൂ. ഒരു നിമിഷം രാഹുൽ ഒന്നും പറഞ്ഞില്ല. പിന്നീട് അവൻ ചെറുപുഞ്ചിരിയോടെ, അതൊന്നും കുഴപ്പമില്ല, നീ എല്ലാം മനസ്സിലാക്കിയല്ലോ. യുവതി രാഹുലിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അത്ഭുതത്തോടു കൂടി തന്നെ രാഹുലിനെ ഒന്നു നോക്കി. അവൻ പതുക്കെ തന്നെ പറഞ്ഞു, സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. യുവതിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഇത് ദുഃഖത്തിൻ്റെ കണ്ണീരല്ല, ഒരു ആശ്വാസത്തിൻ്റെ കണ്ണീരായിരുന്നു. അരുന്ധതി ദൂരെ നിന്ന് ഈ കാഴ്ചകളെല്ലാം കണ്ടു. അരുന്ധതിയുടെ കണ്ണുകളിൽ ഇപ്പോൾ അഭിമാനം ഇല്ല, അഹങ്കാരമില്ല, ഒരു അമ്മയുടെ നിശബ്ദമായ അംഗീകാരം മാത്രം. രാഹുൽ പടിയിറങ്ങുമ്പോൾ യുവതി പൊന്നിൽ നിന്ന് ഉറക്കെ വിളിച്ചു, രാഹുൽ, നീ ഇനിയൊരു വാടക ഭർത്താവല്ല, എൻ്റെ ജീവിതത്തിലെ ഒരാളാണ്. രാഹുൽ അവളെ തിരിഞ്ഞു നോക്കി. ഒന്നും പറയാതെ ഒരുപാട് അർത്ഥമുള്ള ഒരു ചിരി മാത്രം നൽകി. സൂര്യൻ മുകളിലേക്ക് ഉയർന്നു. ഒരു തട്ടുകടയിൽ നിന്നുള്ള തുടങ്ങിയ കഥ ഇപ്പോൾ ഹൃദയങ്ങളെ മാറ്റിയ ഒരു ജീവിത കഥയായി അവിടെ അവസാനിച്ചു.